ഹായ് ഓൾ. നമുക്കിന്ന് അഭിന്നക ഗുണനം എന്ന പാഠത്തിലെ ത്രികോണപ്പരപ്പ് എന്ന ആശയമാണ് പഠിക്കാനുള്ളത്. നമുക്ക് തുടങ്ങാം. ഇന്ന് നമുക്കൊരു പ്രവർത്തനത്തിൽ കൂടെ ആശയം മനസ്സിലാക്കാം. ഇവിടെ 2 മീറ്റർ വശമുള്ള ഒരു സമഭുജ ത്രികോണത്തിന്റെ പരപ്പളവ് കണ്ടെത്തുക എന്നൊരു പ്രവർത്തനം തന്നിട്ടുണ്ട്. നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? അതിന് വേണ്ടിയിട്ട് ഒരു സമഭുജ ത്രികോണം വരയ്ക്കണം അല്ലേ? ABC എന്ന് പറയുന്ന ഒരു സമഭുജ ത്രികോണം നമ്മൾ വരച്ചു. ഇനി ഈ ത്രികോണത്തിന്റെ പരപ്പളവ് കണ്ടെത്തണം അല്ലേ? അതിനാദ്യം ത്രികോണത്തിന്റെ പരപ്പളവ് കണ്ടെത്താനുള്ള സമവാക്യം എന്താണ്? ഹാഫ് BH. ത്രികോണത്തിന്റെ പരപ്പളവ് കണ്ടെത്താനുള്ള സമവാക്യം എന്താണ്? ഹാഫ് BH ആണ്. ഇതിനകത്ത് നമുക്ക് ത്രികോണത്തിന്റെ വശങ്ങൾ എത്രയാണ്? 2 മീറ്റർ ആണ് അല്ലേ? സമഭുജ ത്രികോണം ആയതുകൊണ്ട് തന്നെ അതിന്റെ പാദവശവും എത്ര തന്നെ ആയിരിക്കും? 2 മീറ്റർ തന്നെ ആയിരിക്കും. ഇവിടെ നമുക്ക് ഉയരം കൂടെ വേണ്ടേ? H അല്ലേ? H ഉയരം കൂടി ഉണ്ടെങ്കിലല്ലേ ത്രികോണത്തിന്റെ പരപ്പളവ് കണ്ടെത്താൻ സാധിക്കൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ത്രികോണം ഇതൊരു സമഭുജ ത്രികോണമാണ്. ഈ ത്രികോണത്തിൽ നമ്മൾ എന്ത് വരയ്ക്കുന്നു? ഒരു ഉയരം വരയ്ക്കുന്നു. ഈ ത്രികോണത്തിന്റെ മുകളിലത്തെ മൂലയിൽ നിന്നും താഴത്തെ പാദവശത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ലംബം വരയ്ക്കുന്നു. ഈ ലംബമാണല്ലോ ത്രികോണത്തിന്റെ ഉയരം. ഈ ലംബത്തെ നമുക്ക് എന്തെന്ന് പറയാം? ത്രികോണത്തിന്റെ ഉയരം എന്ന് പറയാം. ഈ ലംബം ഈ ത്രികോണത്തെ 2 മട്ട ത്രികോണങ്ങളാക്കി ഭാഗിച്ചില്ലേ? എന്താക്കി മാറ്റി? ഈ 2 മട്ട ത്രികോണങ്ങൾ നമുക്ക് ലഭിക്കും. ഇനി ഈ മട്ട ത്രികോണത്തിനകത്ത് നമുക്ക് എന്ത് ഉപയോഗിക്കാൻ പറ്റും? പൈതഗോറസ് സിദ്ധാന്തം ഉപയോഗിക്കാം. പൈതഗോറസ് സിദ്ധാന്തം എന്ന് പറയുന്നത് എന്താണ്? കർണം സ്ക്വയർ സമം പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ അല്ലേ? ഇവിടെ നമുക്ക് C എന്ന് പറയുന്നത് എന്താണ്? കർണമായിട്ടും A പാദം, B എന്താണ്? ഉയരമായിട്ടും എടുത്താൽ അല്ലെങ്കിൽ ലംബമായിട്ടും എടുത്താൽ C² എന്ന് പറയുന്നത് A² പ്ലസ് B² എന്ന് എഴുതിക്കൂടെ? ഈ പൈതഗോറസ് തിയറം നമ്മുടെ സമഭുജ ത്രികോണത്തിന് അത് ഉപയോഗിക്കാമല്ലോ. ABC എന്ന് പറയുന്ന സമഭുജ ത്രികോണമാണ് നമ്മുടേത്. അതിനകത്ത് AD എന്ന് പറയുന്ന എന്ത് വരച്ചു? ഉയരം വരച്ചു. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനകത്ത് AB² എന്ന് പറയുന്നത് കർണം സ്ക്വയർ എന്ന് പറയുന്നത് എന്തെന്ന് എഴുതാം? AD² പ്ലസ് BD² എന്ന് എഴുതിക്കൂടെ? ഇനി ഇവിടെ നമുക്ക് വേണ്ടുന്ന എന്താണ്? AD² ആണല്ലേ? ഈ സമവാക്യത്തിൽ നിന്ന് നമുക്ക് AD²ന്റെ സമവാക്യം കണ്ടുപിടിക്കാമല്ലോ. AB² മൈനസ് എന്തെന്ന് കിട്ടും? BD² എന്ന് കിട്ടും. AD² എന്താണ്? AB² മൈനസ് BD² ആണ്. ഇവിടെ AB നമുക്കറിയാം 2 മീറ്റർ ആണ്. ഇനി BD കണ്ടെത്തണ്ടേ? BD എങ്ങനെയാണ് 1 വന്നത്? ഈ BC എന്ന് പറയുന്ന പാദത്തെ AD എന്ത് ചെയ്യുന്നു? സമഭാഗം ചെയ്യുന്നു. സമഭാഗം ചെയ്യുമ്പോൾ ഈ 2 മീറ്റർ എന്നുള്ളത് എന്തായിട്ട് മാറും? BD 1 മീറ്റർ ആയിട്ടും DC എന്തായിട്ടും കിട്ടും? 1 മീറ്റർ ആയിട്ടും നമുക്ക് കിട്ടും. അങ്ങനെയാണെങ്കിൽ BDയുടെ വില ഇട്ട് കൊടുത്തൂടെ? 1² എന്ന് എഴുതി കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ 2² എന്തെന്ന് വരും? 4. BD² എന്തെന്ന് പറയും? 1² 1 ആണ്. 4 - 1 എന്തെന്ന് കിട്ടും? 3 ആണ്. AD എന്ന് പറയുന്നത് √3 എന്ന് നമുക്ക് ഉത്തരം കണ്ടെത്താം. അപ്പോൾ ഉയരം എന്തെന്ന് കിട്ടി? ABC എന്ന് പറയുന്ന ത്രികോണത്തിന്റെ അതായത് 2 മീറ്റർ വശമുള്ള ത്രികോണത്തിന്റെ ഉയരം എന്താണെന്ന് കിട്ടി? √3 ആണെന്ന് നമുക്ക് കിട്ടി. ഇനി ത്രികോണത്തിന്റെ പരപ്പളവ് കണ്ടെത്താമല്ലോ. ഹാഫ് BHനകത്ത് B എന്താണ്? 2 ആണ്. H എന്താണ്? √3 ആണ്. ഹാഫ് ഇൻറ്റു 2 ഇൻറ്റു √3 മീറ്റർ സ്ക്വയർ എന്ന് പരപ്പളവ് കിട്ടത്തില്ലേ? അപ്പോൾ 2 മീറ്റർ വശമുള്ള ത്രികോണത്തിന്റെ സമഭുജ ത്രികോണത്തിന്റെ പരപ്പളവാണ് നമുക്ക് എന്തെന്ന് കിട്ടിയത്? √3 മീറ്റർ സ്ക്വയർ എന്ന് കിട്ടിയത്. ഇവിടെ നമുക്ക് വശം മാത്രമല്ലേ തന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ഈ A എന്ന് പറയുന്നത് അല്ലെങ്കിൽ വശം മാത്രം തന്നിട്ടുള്ള ഒരു സമഭുജ ത്രികോണത്തിന്റെ പരപ്പളവാണ് നമ്മൾ കണ്ടെത്തിയത്. ഇനി നമുക്ക് പൊതുവായ രീതിയിൽ ഇതെങ്ങനെയാണെന്ന് പറയാമെന്ന് നോക്കാം. ഇവിടെ ABC എന്ന് പറയുന്ന A വശമുള്ള ഒരു സമഭുജ ത്രികോണം എടുത്തു. അതിൻ്റെ താഴത്തെ പാദവശത്തെ എന്ത് ചെയ്തു? Aയിൽ നിന്നും വരച്ച ലംബം അല്ലെങ്കിൽ ഉയരം സമഭാഗം ചെയ്തു ആണല്ലോ. സമഭാഗം ചെയ്യുമ്പോൾ BD എന്ന് പറയുന്ന ഒരു ത്രികോണത്തിന്റെ മുകളിലത്തെ വശത്തിൽ നിന്നും താഴത്തെ BCയിലേക്ക് വരയ്ക്കുന്ന ലംബം എന്ത് ചെയ്യുന്നു? BCയെ സമഭാഗം ചെയ്യുന്നു. അതായത് പാദവശത്തെ സമഭാഗം ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ A എന്ന് പറയുന്ന പാദവശത്തെ BD എന്തെന്ന് കിട്ടും? A/2 എന്നാക്കും. DC എന്തെന്നാകും? A/2 എന്ന് ആക്കി മാറ്റില്ലേ? അപ്പോൾ BC A ആയിരുന്നു. BD എന്തെന്ന് കിട്ടി? A/2 ആണെന്ന് കിട്ടി. DC എന്താണെന്ന് കണ്ടെത്തി? A/2 ആണെന്നും കണ്ടെത്തി. ഇനി നമുക്ക് ഈ ത്രികോണത്തിന്റെ ഉയരം കണ്ടെത്തണ്ടേ? പരപ്പളവ് കണ്ടെത്താൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് കണ്ടെത്തണം? ഉയരം കണ്ടെത്തണം. ഈ ത്രികോണത്തിന്റെ ഉയരം എന്താണ്? AD² ആണ് അല്ലേ? AD² എന്ന് പറയുന്ന ഉയരം AB² മൈനസ് BD² എന്ന് ഉപയോഗിച്ചൂടെ? സമവാക്യത്തിനകത്ത് AB എന്താണ്? A ആണല്ലേ? AB എന്താണ്?
എ ആണ്. എ ബി എ ആണ്. ബി സി ബി ഡി എന്ന് പറയുന്നത് എന്താണ്? a/2 ആണ്. അപ്പോൾ എ ബിയുടെ വാല്യൂ എ എന്ന് കൊടുത്തു, എ സ്ക്വയർ മൈനസ് ബി ഡി എന്താണ്? a/2 ആണ്. a/2ൻ്റെ സ്ക്വയർ എന്തെന്ന് വരും? a²/4 എന്ന് വരും. ഇത് ഈക്വൽ ടു a² മൈനസ് a²/4 എന്നുള്ളതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ക്രോസ് ചെയ്ത് 4a² മൈനസ് a²/4 എന്ന് എഴുതിക്കൂടെ? ഇതിൽ 4a² നിന്നും ഒരു a² കുറച്ചാൽ എന്ത് വരും? 3a²/4 എന്ന് വരും. AD² അല്ലേ 3a²/4? AD എന്ന് പറയുന്നത് അപ്പോൾ എന്തെന്ന് കിട്ടും? √3a²/4 എന്ന് കിട്ടും. നമുക്ക് റൂട്ടുകൾ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാം. √3 ഇൻറ്റു √a²/4 എന്ന് എഴുതാം. ആ √a²/4നെ നമുക്ക് എങ്ങനെ എഴുതാം? a/2 എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ AD എന്തെന്ന് കിട്ടി? √3 ഇൻറ്റു a/2 എന്ന് കിട്ടിയില്ലേ? അതായത് എ എന്ന വശത്തിൻ്റെ പകുതിയുടെ √3 മടങ്ങെന്ന് കിട്ടിയില്ലേ? ഉയരം കിട്ടി. ഇനി ഉയരം അറിയാമെങ്കിൽ ത്രികോണത്തിൻ്റെ പരപ്പളവ് കണ്ടെത്താം. എന്താണ്? ഹാഫ് BH ആണ്. ഹാഫ് ഇൻറ്റു ബി എന്താണ്? എ ആണ് ഇൻറ്റു √3/2 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഇനി 1/2 ഇൻറ്റു √3/2 എന്താണ്? √3/4 ആണ്. എ ഇൻറ്റു a² എന്ന് കിട്ടും. അപ്പോൾ ത്രികോണത്തിൻ്റെ പരപ്പളവ് എന്തെന്ന് കിട്ടി? √3/4 a² എന്ന് നമുക്ക് ഉത്തരം കിട്ടി. ത്രികോണത്തിൻ്റെ വശം മാത്രമായിരുന്നു തന്നിരുന്നത് അല്ലേ? സമഭുജ ത്രികോണത്തിൻ്റെ ഒരു വശം മാത്രമാണ് എന്ത് ചെയ്തിരുന്നത്? വശങ്ങൾ മാത്രമായിരുന്നു നമുക്ക് തന്നിരുന്നത്. ഈ വശം മാത്രം അറിയാമെങ്കിൽ നമുക്ക് എന്ത് കണ്ടെത്താം? ഉയരം കണ്ടെത്തി ശേഷം ആ ഉയരം ഉപയോഗിച്ച് പരപ്പളവ് കണ്ടെത്താൻ സാധിക്കും അല്ലേ? ഇതാണ് നമുക്കിന്ന് പഠിക്കാനുള്ള ആശയം. ഒരു സമഭുജ ത്രികോണത്തിൻ്റെ ഉയരം വശത്തിൻ്റെ പകുതിയുടെ എന്താണ്? √3 മടങ്ങും പരപ്പളവ് വശത്തിൻ്റെ പകുതിയുടെ വർഗത്തിൻ്റെ √3 മടങ്ങുമാണ് അല്ലേ? ത്രികോണത്തിൻ്റെ വശം അറിയാമെങ്കിൽ ത്രികോണത്തിൻ്റെ വശം എന്താണ്? a/2. വശം a ആണെങ്കിൽ ആ a/2ൻ്റെ √3 മടങ്ങാണ് എന്തെന്ന് പറയുന്നത്? ഉയരം എന്ന് പറയുന്നത്. അതിനകത്ത് ത്രികോണത്തിൻ്റെ പരപ്പളവ് എന്തെന്ന് കണ്ടുപിടിക്കാം? ആ വശത്തിൻ്റെ പകുതിയുടെ വർഗത്തിൻ്റെ √3 മടങ്ങാണെന്ന് നമുക്ക് കണ്ടെത്താം. ഇതാണ് നമ്മളിന്ന് പഠിച്ച ആശയം. ഒരു സമഭുജ ത്രികോണത്തിൻ്റെ ഉയരം വശത്തിൻ്റെ പകുതിയുടെ √3 മടങ്ങും പരപ്പളവ് വശത്തിൻ്റെ പകുതിയുടെ വർഗത്തിൻ്റെ √3 മടങ്ങുമാണ്.